ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബോച്ചെ നടത്തിയത് മറ്റു പരാമർശങ്ങളുടെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കൂടുതൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഹണി റോസും രംഗത്ത് വന്നിട്ടുണ്ട്. വീഡിയോയ്ക്ക് മോശം തംബ്നെയിലിട്ട 20 യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് അവർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതിലും ഇന്നൊരു പക്ഷേ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് ഇന്ന് തൃശൂരിൽ സ്വീകരണം നൽകുന്നുണ്ട്. കൊരട്ടിയിലാണ് സ്വീകരണം ഒരുക്കുന്നത്. സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ടൗൺ ഹാളിലേക്ക് എത്തും. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കലാകിരീടത്തിൽ മുത്തമിടുന്നത്. അവസാനം കപ്പ് നേടിയത് 1999-ലാണ്. നമുക്കറിയാം, ഇന്നലെ പെരിയ കേസിൽ 4 CPM നേതാക്കളായ 4 പ്രതികളുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി. ഇന്ന് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണ്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുക. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജയിലിന് പുറത്ത് CPM നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് KPCC നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നേതൃയോഗം. യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ KPCC അധ്യക്ഷന്മാരും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം ചർച്ച ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ഇന്ന് കൂടിക്കാഴ്ചയും നടത്തും. തിരുപ്പതിയിലെ തിരക്കിൽപ്പെട്ട് 6 പേർ മരിച്ച സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മഹാകുംഭമേള ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജ് സന്ദർശിക്കുന്നുണ്ട്. കുംഭമേളയ്ക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന യോഗി ഇന്ന് പ്രയാഗ്രാജിൽ തങ്ങും. കുംഭമേളയോട് അനുബന്ധിച്ച് നടത്തുന്ന താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളും യോഗി ഉദ്ഘാടനം ചെയ്യും. നാളെയും യോഗി പ്രയാഗ്രാജിൽ തുടരും. പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ രാവിലെ 9-ന് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന്റെ അനുസ്മരണാർത്ഥമാണ് പ്രവാസി സമ്മേളനം ജനുവരി 9-ന് നടത്തുക. വികസിത് ഭാരതിലേക്ക് പ്രവാസി സംഭാവനകൾ എന്നതാണ് ഇക്കുറി പ്രമേയം. സ്വവർഗ വിവാഹം സംബന്ധിച്ച് വിധി ഇന്ന് സുപ്രീം കോടതി പുനഃപരിശോധിക്കും. 2023-ലെ ചരിത്ര പ്രധാനമായ വിധിയാണ് പുനഃപരിശോധിക്കുക. ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, PS നരസിംഹ, ദീപാങ്കർ ദത്ത, BV നാഗരത്ന എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. 13 പുനഃപരിശോധനാ ഹർജികളാണ് ഇവരുടെ പരിഗണനയ്ക്ക് വരിക. തുറന്ന കോടതിയിൽ വാദം നടത്തണമെന്ന ആവശ്യം ബെഞ്ച് നേരത്തെ നിരാകരിച്ചു. ISL ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. ചെന്നൈയിൽ രാത്രി 7:30-ക്കാണ് മത്സരം.